വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം LDFന്റെ കൈകളിലേക്ക്. കേവല ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന നിലയിലാണ് അധികാരം ഇടതുമുന്നണിയിലേക്ക് എത്തുക. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പക്ഷം മാറിയെങ്കിലും കഴിഞ്ഞ തവണത്തെ അതേ നിലയിലെത്തി. ഇത്തവണ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ചെങ്കള ഡിവിഷനിൽ നിന്നും ജനവിധി തേടിയ കഴിഞ്ഞ തവണത്തെ ഉദുമ ഡിവിഷനിലെ പ്രതിനിധി ഷാനവാസ് പാദൂരിന്റെ അട്ടിമറി വിജയമാണ് കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കിയത്. ഇതോടെ ജില്ലാ പഞ്ചായത്തിലാകെയുള്ള 17 ഡിവിഷനുകളിൽ 8 എണ്ണം LDFും 7 എണ്ണം UDFും 2 എണ്ണം NDAയും സ്വന്തമാക്കി. ഷാനവാസ് പാദൂരിന്റെ രാജിയും പിന്നാലെ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ ചെങ്കളയിൽ മത്സരിച്ചതും ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയിരുന്നത്. അവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബന്ധുജനങ്ങളുടെയും സുഹൃത്ത് വലയങ്ങളുടെയും പിൻബലത്തിൽ ഷാനവാസ് തകർപ്പൻ വിജയം നേടിയത്. പുത്തികെ എടനീർ ഡിവിഷനുകൾ NDA ഇക്കുറിയും നിലനിർത്തിയപ്പോൾ മഞ്ചേശ്വരം, കുമ്പള, സിവിൽ സ്റ്റേഷൻ, ഉദുമ, ചിറ്റാരിക്കാൽ, ദേലമ്പാടി, വോർക്കാടി ഡിവിഷനുകൾ UDFും ബേടകം, കരിന്തളം, പിലിക്കോട്, ചെറുവത്തൂർ, മടിക്കൈ, പെരിയ, കള്ളാർ ഡിവിഷനുകൾ LDFും സ്വന്തമാക്കി. കഴിഞ്ഞ തവണ നേടിയ പിലിക്കോട് ഡിവിഷൻ ഇക്കുറി കൈവിട്ടപ്പോൾ ദേലമ്പാടി ഡിവിഷൻ സ്വന്തമാക്കാനും UDFനായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണയും NDA നിർണായക ശക്തിയായി മാറുമായിരുന്നുവെങ്കിലും കൂട്ടുകക്ഷി ഭരണത്തിന് ഒരു വിധത്തിലുള്ള സാധ്യതയും ഇല്ലാത്തതിനാലാണ് ഭരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ LDFന്റെ കൈകളിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.